ഒരു ബോഡിയിലുള്ള റിസൾട്ടൻറ്റ് ഫോഴ്സും അതോടൊപ്പം ഇനീഷ്യൽ കണ്ടീഷൻസും നമുക്കറിയാമെങ്കിൽ ആ ബോഡിയുടെ ഫ്യൂച്ചറിലെ മോഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഒന്നുകിൽ ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് വരാം, അല്ലെങ്കിൽ പൊസിഷൻ്റെ ഫംഗ്ഷനായിട്ടും വരാം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ബന്ധപ്പെടുന്ന എക്സാമ്പിൾസൊക്കെ മിക്കവാറും പൊസിഷൻ്റെ ഫംഗ്ഷനായിട്ടായിരിക്കും റിസൾട്ടൻറ്റ് ഫോഴ്സ് ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അവിടെ F=gmm/r² ആണ്. കൂളോംബിക് ഫോഴ്സ് ആണെങ്കിൽ F=1/4πε0 q1 q2/r². ഇനിയിപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് ആണെങ്കിൽ F=-kx. ഇവിടെയൊക്കെ പൊസിഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് പൊസിഷൻ്റെ ഫംഗ്ഷനായിട്ട് റിസൾട്ടൻറ്റ് ഫോഴ്സ് വരുന്ന എക്സാമ്പിൾസാണ്. അതിൻ്റെ അടുത്ത എക്സാമ്പിളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് സോൾവിങ് നമ്മൾ ഡീൽ ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. സോൾവിങ് ദ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള എക്സാമ്പിൾസ് നമുക്കൊക്കെ അറിയാം. ഒന്ന് സിമ്പിൾ പെൻഡുലം, അതിനൊരു എക്സാമ്പിളാണ്. അതോടൊപ്പം സ്പ്രിങ്ങിൻ്റെ മോഷൻ, എ മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിങ്. അത് മാസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന എക്സാമ്പിൾ എ മാസ് m ഈസ് അറ്റാച്ച്ഡ് ടു a spring of force constant k executing simple harmonic motion. Find the position of mass as a function of time. അതായത് ഒരു മാസ് m മാസുള്ളൊരു ബോഡി ഒരു സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ മാസ് സ്പ്രിങ്ങിൽ കിടന്ന് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ മാസിൻ്റെ പൊസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളോട് പറഞ്ഞത് ഒരു സ്പ്രിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ മാസ് ഓസിലേറ്റ് ചെയ്യാണ്. അതായത് ഒരു പോയിൻറ്റിനെ അബൌട്ടായിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്. ഈ പോയിൻറ്റിനെ അബൌട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുമ്പോൾ അറ്റ് എനി മൊമെൻറ്റ് നമുക്ക് അതിൻ്റെ പൊസിഷൻ, ഈ മാസിൻ്റെ പൊസിഷൻ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് k ആണ്. ഇനി നമ്മൾ ഒന്നും കൂടി സ്പ്രിങ് വലിച്ചു നീട്ടിയ അവസ്ഥ ഒന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മോഷൻ ഇവിടെ പോയി ഈ റെസ്റ്റിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ മാസിനെ മോഷന്, അതായത് ഈ ഓസിലേഷൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മാസിനെ എന്ത് ചെയ്യണം, ഒന്ന് ഈ ഭാഗത്തേക്ക് വലിച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് വലിച്ചിട്ട് എന്ത് ചെയ്യണം, വിടണം. വിട്ടാൽ എന്ത് ചെയ്യും, അത് പിന്നെ എങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും ഈ പോയിൻറ്റിനെ അബൌട്ടായിട്ട്. അത് വലിച്ചു നീട്ടിയ അവസ്ഥ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ എത്തി വലിച്ച് എന്ത് ചെയ്തു, ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്തു, ഈ മാസിനെ ഒന്ന് നമ്മൾ ഇങ്ങോട്ട് വലിച്ചു. അപ്പോൾ ഈ പോയിന്റ് ഏതാ, x=0. ഈ പോയിന്റോ x=x0. ഈ പോയിന്റിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കാം. എന്നിട്ട് എന്ത് ചെയ്തു, ഒറ്റ വിടയിലാണ് വിടുക. ആ വിടുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മൾ കല്ലൊക്കെ ഇടുന്ന സമയത്ത് എന്താ, അതിൻ്റെ വേഗത 0 അല്ലേ. ഒരു കല്ല് കയ്യിൽ പിടിച്ച് താഴേക്ക് ഇടുന്ന സമയത്ത് 0 ആണ്. പിന്നെ ഇങ്ങനെ വേഗത കൂടി വരല്ലേ. എന്നതുപോലെ ഈ മാസ് നമ്മൾ കയ്യിൽ വലിച്ച് പിടിച്ച് വിടുന്ന സമയത്ത് v0 എന്ന് പറഞ്ഞാൽ എന്താ, 0 ആണ്. പിന്നെ അതിങ്ങനെ വേഗത കൂടും. പിന്നെ ഈ പോയിന്റ് 0 എന്നുള്ള പോയിന്റ് എത്തുമ്പോൾ മാക്സിമം വേഗത ആവും. പിന്നെ അങ്ങനെ ഈ സൈഡിലേക്ക് പോകുമ്പോൾ വേഗത ഇങ്ങനെ കുറഞ്ഞു പോകും. പിന്നെ 0 ആവും. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ടാവല്. അപ്പോൾ നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത് t=0 സെക്കൻഡിലാണ് കേട്ടോ. t=0 സെക്കൻഡിൽ x=x0 എന്ന് നമ്മളാണ് വിടുകയാണ്. ആ സമയത്ത് വിടുന്ന സമയത്ത് v0=0.
അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട കണ്ടീഷൻസ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. എന്തൊക്കെയാണ് ഇത്തരം ഒരു പ്രോബ്ലം പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡി, നെറ്റ് ഫോഴ്സ് ഓൺ ദ മാസ്. അതെന്താ? എഫ് ഈസ് ഈക്വൽ ടു, സ്പ്രിങ് ആണ് ഇതിനെ വലിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇതെന്താണ്? എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, നെറ്റ് ഫോഴ്സ് ഓൺ ദ മാസ്. പിന്നെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താ? അറ്റ് ടി ഈക്വൽ ടു 0. ഇവിടെ അതായത് T0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ടി ഈക്വൽ ടു T0 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു x0, വി ഈക്വൽ ടു V0 ഈക്വൽ ടു 0. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇനി നെറ്റ് ഫോഴ്സും അറിയാം, ഇനീഷ്യൽ കണ്ടീഷൻസും അറിയാം. പിന്നെ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ്റെ ഫംഗ്ഷനാണെന്ന് നമുക്കറിയാം. ഇവിടെ എക്സ് അല്ല ഉള്ളത്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ വെച്ചാണ് നമ്മൾ സോൾവ് ചെയ്യുക? നമുക്കറിയാം ഇൻ്റഗ്രൽ x0 ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി സീറോ സ്ക്വയർ. ഓക്കെ, x0 v0 പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ കണ്ടീഷനാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x0 ടു എക്സ് എഫ് ഓഫ് എക്സ് എന്താ? നെറ്റ് ഫോഴ്സ് മൈനസ് കെ എക്സ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എക്സ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം v0 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. അവിടെ നമ്മൾ ഇപ്പോൾ തന്നെ 0 എടുത്ത്. ഓക്കെ, അപ്പം ഈ ടേം എന്തായിരിക്കും? 0 ആയിട്ടുണ്ടാവും. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ നോക്കിയാൽ മതി. മൈനസ് കെ, ഇവിടെ കെ മൈനസ് കെ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എന്താ ഉള്ളത്? ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇത് 0 ആയിക്കണം കേട്ടോ, ഈ ടേം എഴുതണില്ല. അതായത് മൈനസ് കെ എക്സ്, ഇവിടെ x0 ടു എക്സ് കെ എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? x²/2. അതായത് x⁻n+1/n+1, അതായത് x²/2, x0 ടു എക്സ് ഹാഫ് എം വി സ്ക്വയർ. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് കെ x² മൈനസ് x02/2 ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, ഇനി ഈ മൈനസിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അതിന് മുമ്പ് ഇവിടെ ഹാഫ് രണ്ട് ഭാഗത്തും കോമൺ അല്ലേ? മൊത്തമായിട്ടുണ്ടല്ലോ ഹാഫ്, അതുകൊണ്ട് ഒഴിവാക്കാം. മൈനസിന് ഉള്ളിലേക്ക് എടുത്താൽ എന്താവും? ഈ x0 ഫസ്റ്റ് വരും. x02 മൈനസ് x² ഈക്വൽ ടു എം വി സ്ക്വയർ. വിക്കുള്ള എക്സ്പ്രഷൻ എന്താ കിട്ടുക? വി ഈക്വൽ ടു കെ ബൈ എം, വി സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം ഇൻറ്റു x02 മൈനസ് x². വി ആട്ടോ. വി ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു x02 മൈനസ് x². ഇങ്ങനെയാണ് കിട്ടുക. ഇതെന്താണ്? ദിസ് ഈസ് വെലോസിറ്റി ആസ് എ ഫങ്ഷൻ ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ്. വെലോസിറ്റി ഇത് വി ഓഫ് എക്സ് ആണ് കേട്ടോ. വെലോസിറ്റി എക്സിൻ്റെ ഫംഗ്ഷൻ അല്ല ഇവിടെ ഉള്ളത്, ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റാണ്. കെ കോൺസ്റ്റൻറ്റ്, എം കോൺസ്റ്റൻറ്റ്, x0 കോൺസ്റ്റൻറ്റ്, എക്സ് മാത്രമേ ഫംഗ്ഷനായിട്ട് ഒരു വേരിയബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി പൊസിഷൻ്റെ ഫംഗ്ഷനായിട്ട് ഇത് കിട്ടി നമുക്ക്. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ ആൻസറിൽ എത്തിയിട്ടില്ല. നമ്മളോട് എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് മാസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. നമുക്ക് എക്സ് ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് കിട്ടണം. എക്സ് അതായത് പൊസിഷൻ ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്താൻ പാടില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ടൈമൊക്കെ വരണം. ഇനി എക്സ് ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു നിലക്ക് ആലോചിച്ചാൽ ഇവിടെ വിയെ നമ്മൾ അതിൻ്റെ എന്ത് ചെയ്തു? അതിൻ്റെ ഫോം എഴുതിയാൽ നമുക്കൊരു dx/dt എന്ന് ആക്കാം. അപ്പോൾ ഇവിടെ ടൈമുണ്ട്. ഈ ടൈമിനെ ഇതൊക്കെ എന്തെങ്കിലും ചെയ്താൽ എന്ത് കിട്ടണം? എക്സിൻ്റെ ഫംഗ്ഷനായിട്ട്, അല്ല
ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് എക്സ് കിട്ടണം. അപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അങ്ങനെ കിട്ടും. എന്ത് ചെയ്താൽ മതി, ഇവിടെ എന്ത് ചെയ്യുക, വീക്കിൻ്റെ പകരം ഡി എക്സ് ബൈ ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് കെ ബൈ എം എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ നിന്ന് എങ്ങനെ ഇപ്പോൾ എക്സിനെ ടൈമിൻ്റെ ഫംഗ്ഷൻ ആക്കി എടുക്കുക, അതിനൊരു പണിയുണ്ട്. എന്ത് ചെയ്യുക, ഇതിനെ ഈ എക്സിൻ്റെ എന്ത് ചെയ്യുക ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. എക്സിൻ്റെ ടേമുകളൊക്കെ ഒരു ഭാഗത്താക്കുക, ടൈമിൻ്റെ ടേമിനൊക്കെ ഒരു ഭാഗത്താക്കുക. അപ്പോൾ എന്തായി മാറും, ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എഴുതി കൂടെ, പ്രശ്നമില്ല. മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെയായി മാറും. ഇനി ഇവിടെ നമ്മൾ എക്സിൻ്റെ ടേമിനെ ഒരു ഭാഗത്താക്കുക, ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം, ഈ ഡി ടിനെ ആ ഭാഗത്തും കൊണ്ടുപോയി, ടൈമിൻ്റെ ടേമിനൊക്കെ ഒരു ഭാഗത്ത്, കെ ബൈ എം ഡി ടി. ഇനി എന്താ ചെയ്യുക, ഇനി എന്താ ചെയ്ത് കണ്ടാൽ തന്നെ അറിയാം എന്താ ചെയ്യേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്യണം രണ്ട് സൈഡും. അതായത് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം ഇൻ്റഗ്രൽ ഡി ടി. ഇവിടെ ലിമിറ്റ് എന്താ കൊടുക്കേണ്ടത്, എക്സ് സീറോ ടു എക്സ്. ഇവിടെ ഇപ്പോൾ എക്സ് വൺ ടു എക്സ് ടു നിർത്താലൊന്നും കുഴപ്പമില്ല, നമ്മളടുത്തൊരു ഇനീഷ്യൽ വാല്യൂ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ എങ്ങനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ ഒരു വഴി വേണം. അപ്പോൾ നമ്മൾ എക്സ് സീറോ ടു എക്സ് നിർത്തും. ഓക്കെ, ടി സീറോ ടു ടി. അപ്പോൾ എന്താ ഉള്ളത്, ഈ ഇൻ്റഗ്രേഷൻ ആർക്കെങ്കിലും അറിയോ, എങ്ങനെ അത് ചെയ്യുക ഇൻ്റഗ്രേഷന്, അവിടെ എഴുതാം. നിങ്ങൾ പ്ലസ് ടു ഡിറൈവ് ചെയ്തൊരു ഇൻ്റഗ്രലാണിത്. ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ എന്താ, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഈ എക്സ്പ്രഷൻ നമ്മളിവിടെ ഉപയോഗിക്കാം. ഓക്കെ, ഇതെന്ത് ചെയ്യുക, യൂസ് ദിസ് ഇൻ്റഗ്രൽ, ഈ ഇൻ്റഗ്രൽ ഓർത്ത് വെക്കാം. ഓക്കെ, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും, ഇവിടെ എക്സ് സീറോൻ്റെ എക്കിൻ്റെ പകരം എന്താണ്, എൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് സീറോ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ എക്സ് എ എന്നുള്ളടത്ത് എക്സ് സീറോ എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മൾ കൊടുത്താൽ എന്താവും, ഇൻ്റഗ്രൽ എക്സ് സീറോ ടു എക്സ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള എന്തായി മാറും, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് സീറോ എന്നായി മാറും. ഓക്കെ, അപ്പോൾ അതിന് പകരം നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായി മാറും, ഇത് ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം സൈൻ ഇൻവേഴ്സ്, ഇവിടെ ലിമിറ്റ് ഉണ്ടാവും കേട്ടോ, എക്സ് സീറോ ടു എക്സ് എന്ന്, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് സീറോ എക്സ് സീറോ ടു എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഈ ഭാഗത്ത് ഇൻ്റഗ്രൽ ഡി ടി എന്താ, ടി അല്ലേ, ടി സീറോ ടു ടി. ടി സീറോ എന്ന് പറഞ്ഞാൽ എന്താ, സീറോ അല്ലേ. അതായത് നമ്മൾ പിടിച്ചു വിടുന്ന ആ സമയം മുതലാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ആ സമയത്ത് ടൈം സീറോ ആണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് സീറോ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ടി സീറോ ഈക്വൽ ടു സീറോ, നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ അവിടെ എഴുതി വെച്ചിരിക്കണം. ഓക്കെ, ടി ഈക്വൽ ടു ടി സീറോ ഈക്വൽ ടു സീറോ എന്ന് എഴുതി വെച്ചിരിക്കണം. അതവിടെ കൊടുക്കുക. ഈ ഭാഗത്ത് ലിമിറ്റ് കൊടുക്കാം, രണ്ട് ഭാഗത്തും ലിമിറ്റ് കൊടുക്കാം കേട്ടോ. എക്സ് ബൈ എക്സ് സീറോ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് സീറോ ബൈ എക്സ് സീറോ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം ടി മൈനസ് സീറോ. ടി സീറോൻ്റെ സ്ഥാനത്ത് സീറോ എന്താ മാറും, ഈ എക്സ് സീറോ ബൈ എക്സ് സീറോ പറഞ്ഞാൽ ഒന്നാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് സീറോ മൈനസ് സൈൻ ഇൻവേഴ്സ് 1 ഈക്വൽ ടു കെ ബൈ എം റൂട്ട് ഓഫ് കെ ബൈ എം ടി. എന്തായി മാറും അടുത്ത സ്റ്റെപ്പിൽ, സൈൻ ഇൻവേഴ്സ് 1 എന്താ നമുക്കറിയാം, സൈൻ പൈ ബൈ 2 പറഞ്ഞാൽ 1 ആണ്. ഇതിനെ നേരെ റിവേഴ്സ് എടുത്തു, അതായത് സൈൻ ഇൻവേഴ്സ് 1 പറഞ്ഞാൽ പൈ ബൈ 2. ഓക്കെ, അവിടെ കൊടുക്കുക, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് സീറോ മൈനസ് പൈ ബൈ 2 ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം ടി. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് സീറോ ഈക്വൽ ടു ഈ പൈ ബൈ 2 ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകാം, റൂട്ട് ഓഫ് കെ ബൈ എം ടി പ്ലസ് പൈ ബൈ 2. ഇനി എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്തും സൈൻ എടുക്കുക. അപ്പോൾ
സൈൻ ഇൻവേഴ്സ് എന്താ, ഈ ഭാഗത്ത് ഈ സൈൻ ഇൻവേഴ്സ് പോവും. ഓക്കെ, രണ്ട് ഭാഗത്തും സൈൻ എടുത്താൽ, അപ്പോൾ ഈ ഭാഗത്ത് സൈൻ ഇൻവേഴ്സ് പോവും. അതായത് x/x0, ഈ ഭാഗത്ത് സൈന് വരികയും ചെയ്യും. സൈൻ ഓഫ് √k/m t + π/2. അതായത് x=x0 സൈൻ √k/m t + π/2 അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സാധാരണ സ്പ്രിങ്ങിൻ്റെ കേസിൽ എന്താ ഉണ്ടാവല്, ω² = k/m നമ്മളുണ്ടാവല്. അതായത് ω നിങ്ങൾ +2 എന്നൊക്കെ ഓർമ്മ ഉണ്ടാവും, √k/m. അപ്പോൾ ഈ k/m പറഞ്ഞാൽ എന്താ, അവിടെ ഒമേഗയാണ്. അതായത് x=x0 സൈൻ ω t + π/2. ഇനി വേറൊരു മോഡിഫിക്കേഷൻ കൂടി ഇവിടെ വരുത്താം. ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്താണ് സൈൻ ഓഫ് തീറ്റ + π/2 എന്ന് പറഞ്ഞാൽ എന്താ, കോസ് π/2. പിന്നെ ഇവിടെ സൈൻ എങ്ങനെ ആയിരിക്കും, ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ എല്ലാം പോസിറ്റീവാണ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈന് പോസിറ്റീവാണ്, ASTC. ഇവിടെ സൈൻ ഇവിടെ പോസിറ്റീവാണ്. തീറ്റ + π/2 പറഞ്ഞാൽ ഈ ക്വാഡ്രൻറ്റിലാണ് വരിക. π/2 ഇവിടെ അറ്റം π/2 ആയി. പിന്നെ ഇവിടെ ഈ തീറ്റ ഇവിടെ വരിക. ഈ ക്വാഡ്രൻറ്റിൽ സൈന് പോസിറ്റീവാണ്, അപ്പോൾ ഇവിടെ പോസിറ്റീവ് സൈൻ ഉണ്ടാവുക. ഓക്കെ, അല്ല ചെറിയൊരു തെറ്റ്, സോറി കോസ് തീറ്റ എന്ന് വരിക. കോസ് തീറ്റ ഇവിടെ എഴുതാം. സൈൻ ഓഫ് തീറ്റ + π/2 എന്ന് പറഞ്ഞാൽ എന്താ, കോസ് തീറ്റ അല്ലേ. പിന്നെ ഇവിടെ സൈന്, ഇവിടുത്തെ സൈന് +ആ - നോക്കൽ. ഇവിടെ ASTC എന്നുള്ളത്, ഇതിലിപ്പോൾ ഈ സൈന് ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് നോക്കുക. അപ്പോൾ π/2 + തീറ്റ അല്ലേ, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലല്ല സെക്കൻഡിലാണ് വരിക. ഇവിടെ അല്ലേ തീറ്റ + π/2 എന്നുള്ള ആംഗിൾ വരിക. അപ്പോൾ ഈ ഭാഗത്ത് സൈന് പോസിറ്റീവാണ്, അപ്പോൾ ഇവിടെ സൈനാണുള്ളത്. സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ്. ഓക്കെ, പ്ലസ് കോസ് തീറ്റ. ഇവിടെ തീറ്റൻ്റെ സ്ഥാനത്ത് ω t. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x=x0 സൈൻ x0, ഇവിടെ കോസ് തീറ്റ അല്ലേ, അപ്പോൾ എന്തായി മാറും, കോസ് ω t. സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനായി മാറി. ഇതെല്ലാവർക്കും പരിചയം ഉണ്ടാവും മുമ്പ്. അപ്പോൾ ഇതെങ്ങനെ വന്നതെന്ന് ഇപ്പോൾ കിട്ടിയില്ലേ, x=x0 കോസ് ω t. നമ്മൾ ഇത് ഇക്വേഷൻ ശരിയാന്ന്, നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ശരിയാന്ന് നോക്കലെങ്ങനെ, ജസ്റ്റ് നമ്മൾ നോക്കുക t=0 എന്താ അവസ്ഥ എന്ന്. നമുക്കറിയാം ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്കറിയായിരുന്നു. t=0 x=x0 എന്ന് കിട്ടണം, അതുപോലെ v=0 എന്നൊക്കെ കിട്ടണം. കിട്ടുന്നുണ്ടോ നോക്കുക. നമ്മൾ അസ്യൂം ചെയ്ത ഇനീഷ്യലി നമ്മൾ അസ്യൂംഡ് കണ്ടീഷൻ, ഇത് ഈ ഇക്വേഷൻ കിട്ടുന്നുണ്ടോ നോക്കുക. അതിനെന്താ ചെയ്യേണ്ടത്, t=0 എന്ന് എടുത്ത് നോക്കുക. t=t0 എന്ന് എടുത്ത് നോക്കുക. ഇനീഷ്യൽ കണ്ടീഷൻ ടൈം 0 ആവുന്ന സമയത്ത് ഇതിൻ്റെ അവസ്ഥ എന്താ, ഇക്വേഷൻ എന്താ സംഭവിക്കുന്നത്, x=x0 കോസ് ω/0. അതായത് x0 കോസ് 0. കോസ് 0 പറഞ്ഞാൽ എന്താ, 1 x0. അതായത് t=0 ആവുന്ന സമയത്ത്, മോഷൻ ഇതാവുന്ന സമയത്ത് എന്ത് കിട്ടുന്നത്, x=x0 എന്ന് കിട്ടി ഇല്ലേ. അതായത് ഈ ഇക്വേഷൻ ഇത് കറക്റ്റാണ്, ഈ കണ്ടീഷൻ കറക്റ്റാണ്. ഇനി രണ്ടാമത് വെലോസിറ്റി 0 കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്ക് വെലോസിറ്റി നമുക്ക് x=x0 കോസ് ω/t കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് വെലോസിറ്റി എങ്ങനെ കാണുക, വെലോസിറ്റി dx/dt. അതായത് x0 ഒമേഗ -x0 ഒമേഗ സൈൻ ω/t അല്ലേ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഇവിടെ ടൈം 0 കൊടുക്കാം, v(t)=0. ടൈം 0 ആവുന്ന വെലോസിറ്റി കിട്ടാൻ ഇവിടെ 0 എടുക്കാം. അതായത് -x0 ഒമേഗ സൈൻ ω × 0.
അതായത് 0. അപ്പോൾ നമ്മളെ ഈ കണ്ടീഷനും ശരിയാണ്, വി ഈക്വൽ ടു 0. അതായത് ഇനീഷ്യൽ കണ്ടീഷൻ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ഇത് കറക്റ്റാണ്, നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റാണ്. നമ്മളെന്ത് ചെയ്യാം, ഇത് ഫൈനലി അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ചെക്കിംഗ് ആണ്. ഓക്കെ, ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഇതാണ്. ഇതെന്ത് ചെയ്യുക, എല്ലാവരും പഠിച്ച് വെക്കുക. ഇത് ഇങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മൾ സ്പ്രിങ് ഇതാണെന്ന് വെക്കുക, മാസ് എന്ത് ചെയ്യും, ഇത് മാക്സിമം എത്ര വരെ പോകും, നമ്മൾ വലിച്ച മാക്സിമം നീട്ടി വെച്ചത് എത്രയായിരുന്നു, വലിച്ച് നീട്ടിയപ്പോൾ എത്തിയത് ഇവിടെ എറ്റായിരുന്നു x0. അപ്പോൾ മാക്സിമം കോസിൻ്റെ മാക്സിമം വാല്യൂ എന്താ, 1 ആണ്. അപ്പോൾ ഇതിപ്പോൾ മാക്സിമം ഇവിടെ കോസിന് വരുന്ന വാല്യൂ 1 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, x = x0. അതായത് ഇവിടെ മാക്സിമം ഇവിടത്തെ വരുള്ളൂ, ഈ സൈഡിലാണെങ്കിൽ ഇവിടത്തെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മാസ് ഇങ്ങോട്ട് വലിച്ചു വിട്ടാൽ ഒരു മാക്സിമം പോയിന്റ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറം പോവില്ല. പിന്നെ ആ മാക്സിമം എത്തിയാൽ പിന്നെ തിരിച്ചു തരും, പുറത്തെ മാക്സിമം, പിന്നെ പുറം, അങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഇവിടെ ഡാമ്പിംഗ് ഒന്നും ഇല്ലെങ്കിൽ, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞൊന്നും പോകണില്ലെങ്കിൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.